മഹാത്മാഗാന്ധി 2 ദിനം താമസിച്ച കൊല്ലത്തെ പന്മന ആശ്രമത്തിൽ അദ്ദേഹത്തിനായി ഒരുക്കിയ താൽക്കാലിക വസതി ഇപ്പോഴും ഗാന്ധി സ്മാരകമായി സംരക്ഷിച്ചു പോരുകയാണ്. 75 വർഷങ്ങൾ പിന്നിടുമ്പോഴും മഹാത്മാഗാന്ധിക്ക് താമസിക്കുവാനായി പന്മന ആശ്രമത്തിൽ സ്ഥാപിച്ച ഈ മന്ദിരം ഒരു നിത്യസ്മാരകമായി ഇവിടെ സംരക്ഷിച്ചു വരികയാണ്. ഹരിജൻ ധനശേഖരണത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപിതാവ് 1934 ജനുവരി 19, 20 തീയതികളിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമായ കൊല്ലത്തെ പന്മന ആശ്രമത്തിൽ താമസിച്ചത്. പ്രത്യേക മന്ദിരവും റോഡുമൊക്കെ ഒരുക്കിയാണ് പന്മന എന്ന കൊച്ചു ഗ്രാമം മഹാത്മജിയെ വരവേറ്റത്. ഗാന്ധിജിയുടെ പ്രഭാഷണങ്ങളും സാമീപ്യവും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുള്ള വർദ്ധിത വീര്യമാണ് ഈ കൊച്ചു ഗ്രാമത്തിലെ ജനതയ്ക്ക് പകർന്നു നൽകിയത്. ഈ ലോകത്ത് പോലും ഇല്ലാത്ത ഒരു ജനപ്രവാഹം തന്നെയാണ് അന്ന് ഉണ്ടായത്. എല്ലാവർക്കും ആവേശം, നാട്ടിലുള്ള കളികൾക്കും ആവേശം പകരാനും സ്വാതന്ത്ര്യ സമരത്തിന്റെ വില മനസ്സിലാക്കാനും ഈ സന്ദർശനം വളരെ ഉപകരിക്കും. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പിന്നീട് പ്രധാന കണ്ണിയായ പന്മന ജനത സ്വതന്ത്ര ഭാരതത്തിലും ഗാന്ധി സ്മരണം നിലനിർത്തുന്നതിൽ അതീവ തൽപരരായിരുന്നു. ഗാന്ധിജി പന്മനയിൽ താമസിച്ച താൽക്കാലിക വസതിയെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന ഈ ജനത എല്ലാ വർഷവും ഗാന്ധിജിയുടെ സന്ദർശന വാർഷിക ആഘോഷവും സംഘടിപ്പിക്കാറുണ്ട്. ബി നിഖിൽ, സൂര്യ ന്യൂസ്, കൊല്ലം. ഗാന്ധിജി